ചട്ടം ലംഘിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷം നടന്നു. കാർഡിയോളജി വിഭാഗമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് കാത്ത് ലാബിൽ ഉച്ചയ്ക്ക് തുടങ്ങിയ ഓണാഘോഷ പരിപാടികൾ ഇപ്പോഴും തുടരുകയാണെന്ന് തിരുവനന്തപുരത്ത് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നു. നിയമവിരുദ്ധമായ നടപടിയാണ്. തിയേറ്റർ യൂണിഫോമിൽ കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ ഓണസദ്യ കഴിക്കുന്ന ചിത്രങ്ങളും 24 ലഭിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളത് കാണിച്ചു തരാം. MG പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ പറയൂ. SKN വളരെ ഗുരുതരമായ ചട്ടലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗമാണ് ചട്ടം ലംഘിച്ച ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം കാത്ത് ലാബിലാണ് ഇത്തരത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ ആശുപത്രിക്കുള്ളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തരുതെന്ന് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിരുന്നു. ഈ പ്രിൻസിപ്പലിന്റെ വിലക്കുൾപ്പെടെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായ സംഭവങ്ങൾ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നേരത്തെ സമാനമായ രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് വീണ്ടും ഈ വർഷം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ തിയേറ്റർ യൂണിഫോമിലാണ് ഓണസദ്യ കഴിക്കുന്നത്. വളരെ സുരക്ഷിതമായൊരു മേഖല കൂടിയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതും ഈ കാത്ത് ലാബിനുള്ളിലാണ് നിലവിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാത്ത് ലാബിനുള്ളിൽ ഒരു കോൺഫറൻസിംഗ് റൂമുണ്ട്. ആ റൂമിനുള്ളിലാണ് മറ്റ് കലാപരിപാടികളും നടക്കുന്നത്. രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ കലാപ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമ ഓണാഘോഷം വേണ്ടേന്ന് ചോദിച്ചാൽ പോലുള്ള ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷം നടത്തി റെക്കോർഡിട്ട കക്ഷികളാണല്ലോ ഇവരൊക്കെ. അപ്പോൾ അന്നും ഈ പ്രിൻസിപ്പലെ തടഞ്ഞിരുന്നു. ഇതെന്താണ് ഇവർക്ക് ഈ ഓപ്പറേഷൻ തിയേറ്റർ അകത്ത് തന്നെ ഓണാഘോഷം നടത്തണമെന്നുള്ള ഇത്ര നിർബന്ധം? ഓക്കെ, പറയൂ പ്രതീഷ്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിക്കുള്ളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തരുതെന്ന കർശന നിർദ്ദേശം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓണത്തിന് മുമ്പ് തന്നെ പല വിഭാഗങ്ങളും ഈ ഓണാഘോഷ പരിപാടിക്കായി അനുമതി ചോദിച്ച് പ്രിൻസിപ്പളുടെ അടുത്ത് എത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ പ്രിൻസിപ്പൾ ഇതിന് അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. കാർഡിയോളജി വിഭാഗത്തിലെ കാത്ത് ലാബിനുള്ളിലാണ് ഈ ഓണസദ്യയും ഓണാഘോഷ പരിപാടികളും നടക്കുന്നത്. ഈ ഓപ്പറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള ഓപ്പറേഷനിൽ നടക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ ഡോക്ടർമാർ കൃത്യമായ ആശയവിനിമയം നടത്താൻ ഒരു കോൺഫറൻസിംഗ് റൂമുണ്ട്. ഈ റൂമിലാണ് നിലവിൽ ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇത് കൃത്യമായും ചട്ടവിരുദ്ധമാണ് എന്നതാണ് അഭിപ്രായം. കാരണം ഈ നേരത്തെയും സമാനമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ ഇത്തരത്തിൽ ആശുപത്രിക്കുള്ളിൽ സംഘടിപ്പിക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അച്ചടക്ക നടപടികൾ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിൽ പരിപാടി സംഘടിപ്പിച്ചവരെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ നേരത്തെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് വീണ്ടും സമാനമായ രീതിയിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ആ പരിപാടി നിലവിൽ ഇപ്പോഴും തുടരുകയാണ്. ഓക്കെ, അവർ അവസാനിപ്പിച്ചിട്ടില്ലേ? ഓക്കെ, നന്നായി. ഓക്കെ, താങ്ക് യു പ്രതീഷ്. യഥാർത്ഥത്തിൽ ഈ കാത്ത് ലാബിൻ്റെ ഉള്ളിലും അതുപോലെ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഉള്ളിലും ഒക്കെ തന്നെ ഓണാഘോഷം സംഘടിപ്പിക്കുന്ന ഈ ചേട്ടന്മാർക്ക് പുറത്തൊരു ഹോളെടുത്ത് ഓണാഘോഷം നടത്തിക്കൂടെ? ഇതൊക്കെ നമുക്ക് ചോദിക്കാനല്ലേ പറ്റൂ? അവർ ചെയ്യണ്ടേ?